ഹായ് മക്കളെ, എല്ലാവരും ഓണം എക്സാമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ്, നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ഈ ഒരു ഓണത്തിൽ ഇന്ന് മിസ് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ എക്സാമിന് തൊട്ട് മുമ്പ് മാത്രം പഠിക്കുക എന്നുള്ള പാറ്റേണിൽ നിന്നൊക്കെ മാറിയിട്ട് തുടക്കം മുതൽ തന്നെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞ ഓണം വെക്കേഷൻ കഴിയുന്നതോടൊപ്പം തന്നെ ഇനി സ്കൂൾ തുറക്കുമ്പോൾ പണ്ടത്തെ പോലെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കാതിരിക്കുക. അന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക. പറ്റുമെങ്കിൽ പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക, മോഡൽ എക്സാമുകൾ എഴുതുക. ഇതൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ റിവിഷൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾ ആരും മറന്നു കളയരുത്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എവിടെ പോകും? എങ്ങനെയാണ് ഡീപ്പിൽ കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റുക? അതിനുവേണ്ടി നിങ്ങൾക്കായി നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഓഫറോട് കൂടി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലേക്ക് വരിക. നിങ്ങളെല്ലാവരെയും കാത്ത് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിൽ വേണമെങ്കിലും മാറിക്കോട്ടെ, പക്ഷേ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അടിപൊളിയായിട്ട് തന്നെ മുന്നേറും. ബൈ.